ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാനിന്നൊരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കിയത്. ആർക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഉള്ളി സാമ്പാറാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം പരിപ്പാണ് എടുത്തേക്കണത്. പരിപ്പ് നന്നായി കഴുകി വാരി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് ഇളക്കിയ ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് താളിക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളി കണ്ടോ, ഇത് ഒരു 3/4 കിലോ ഉള്ളി ഉണ്ടാവും കേട്ടോ. അത് ഇന്നലെ എൻ്റെ ചേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു പെട്ടിവണ്ടിയിൽ നല്ല മഴ സമയത്ത് 4 കിലോ ചുവന്നുള്ളി 100 രൂപയ്ക്കെന്ന് പറഞ്ഞ് കൊടുക്കണമുണ്ട്. അപ്പം ലാഭമല്ലേ എന്ന് കരുതി പോയി വാങ്ങിയതാണ്. വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് നിറയെ ചീഞ്ഞതാണെന്ന് മനസ്സിലായത്. കുറേ ചീഞ്ഞത് കളഞ്ഞു. ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ നല്ലത് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ചീഞ്ഞതൊക്കെ കളഞ്ഞിട്ട് നന്നാക്കി എടുത്ത ഉള്ളി ഇട്ടത്. അപ്പോൾ ആ ഉള്ളിയാണത്. അപ്പോൾ അതാണ് ഇത്രയും ഉള്ളി എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി 12 പച്ചമുളക് നടുകീറിയതും 3 തക്കാളി ചെറുതായി നുറുക്കിയതും ഉള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായി ഇളക്കി വഴറ്റി കൊടുക്കാം. ശരിക്കും 100 ഗ്രാം പരിപ്പിന് ഒരു 1/2 കിലോ ചുവന്നുള്ളി മതിയാവട്ടെ സാമ്പാർ വയ്ക്കാനായിട്ട്. അപ്പോൾ ചുവന്നുള്ളി ഇത്തിരി അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് വയ്ക്കാനും നമ്മുടെ ഹെൽത്തിനൊക്കെ ചുവന്നുള്ളി നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി വഴറ്റി കൊടുക്കുക. ഉള്ളി വേഗം ഒന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കുക. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മൂടി തുറന്ന് ഇളക്കുക. പിന്നെ മൂടി വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നും ഇളക്കിയും നമ്മൾ വഴറ്റുകയാണെങ്കിൽ ഉള്ളി വേഗം വഴന്ന് കിട്ടും കേട്ടോ. അതുപോലെ അപ്പോൾ അതുപോലെ ചെയ്തതാണ് ഞാനത്. ഇപ്പം ഞാൻ വെന്ത പരിപ്പ് ഒരു മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വഴറ്റിയ ഉള്ളിക്കൂട്ടും ഇട്ട് ഉള്ളി വഴറ്റിയ ചീഞ്ചട്ടിയും കൂടി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ബ്രാഹ്മൺസിൻ്റെ സാമ്പാർ പൊടി 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയ ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ പൊടി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സാമ്പാറിന് എത്ര വെള്ളം വേണമെന്നും കൂടി നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. സാമ്പാർ നന്നായി തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം കൂടി തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള സാമ്പാറാട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബായ്.